പത്തനംതിട്ടയിലാണ് വെള്ളപ്പൊക്കം അതിരൂക്ഷമായിട്ടുള്ളത്. അവിടെ നിന്ന് നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പത്തനംതിട്ടയിൽ 2018 അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള പെട്ടെന്നുള്ള വെള്ളക്കയറ്റം പല പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെയും ബാധിച്ചിട്ടുണ്ട്, വെള്ളത്തിനടിയിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നിയിലാണ്. നമ്മൾ രാവിലെ മുതൽ റാന്നിയുടെ ഒരു അവസ്ഥ പറയുകയായിരുന്നു. ഈ റാന്നിയിൽ ഇപ്പോൾ ഈ പ്രദേശം ഒന്നാകെ, റാന്നി നഗരം, അതായത് നഗരപ്രദേശമാണ്, നഗരപ്രദേശം ഒന്നാകെ പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം കയറി കിടക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം, ഈ ഫയർഫോഴ്സ് അടവിയിൽ നിന്നുള്ള കുട്ടവഞ്ചി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആളുകളെ അവിടെ നിന്ന് മാക്സിമം എത്രയും വേഗം മാറ്റണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ച് ആളുകളെ മാറ്റാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇപ്പോൾ എത്ര വഞ്ചിയാണ് എത്തിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇത് നമ്മുടെ ബഹുമാനയുടെ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം 5 കുട്ടവഞ്ചികളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതിൽ 3 ബഹുമാനപ്പെട്ട തഹസീൽദാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം 3 കുട്ടവഞ്ചികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 2 മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഫയർഫോഴ്സും ഉണ്ട്. അതെ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 2018 പ്രളയകാലത്ത് റാന്നിയിൽ രക്ഷാപ്രവർത്തനം നടത്തി കൂടുതൽ ഒരുപാട് പേരെ റെസ്ക്യൂ ചെയ്ത ആൾക്കാരാണ്. അവർ കുട്ടവഞ്ചിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം വെള്ളത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാൻ നല്ല രീതിയിൽ കഴിയുന്ന ആൾക്കാരാണ്. അപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ വെള്ളം കയറി കിടക്കുന്ന ഈ പ്രദേശത്ത് നിന്നും ഉള്ള ആളുകളെ അവിടെ നിന്നും കൊട്ടവഞ്ചികളിലായിട്ടും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ഡിങ്കി ബോട്ടുകളിലുമൊക്കെ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തത്സമയ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ആളുകളെ അവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഓരോ നിമിഷവും ഇവിടെ ഇപ്പോൾ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലൈവ് തത്സമയ സംപ്രേഷണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് ഈ കടകളിലൊന്നും വെള്ളം കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കടകളിലൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം കയറിയ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പം പരമാവധി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വീടിൻ്റെയും ഒരു നിലയോളം, ഇരുനില വീടുകളുടെ ഒക്കെ തന്നെ ഒരു നിലയോളം വെള്ളം മുങ്ങിക്കിടക്കുകയാണ്. അവിടെ രണ്ടാമത്തെ നിലയിലേക്ക് ആളുകൾ കയറി നിൽക്കുകയാണ്. ആ കയറി നിൽക്കുന്നിടത്തു നിന്നാണ് ആളുകളെ റെസ്ക്യൂ ചെയ്ത് ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ